ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു ചെറുവിരൽ അനക്കിയാൽ തിരിച്ചടി അതികഠിനമായിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിച്ച പാകിസ്ഥാനെ ലോക ക്രിക്കറ്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഒരുങ്ങുകയാണിപ്പോൾ. T20 ലോകകപ്പിലെ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിച്ച പാകിസ്ഥാൻ തീരുമാനത്തിൽ കടുത്ത നടപടിക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. മതിയായ കാരണങ്ങളില്ലാതെ മത്സരം ബഹിഷ്കരിച്ച പാകിസ്ഥാനെ ലോക ക്രിക്കറ്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നതടക്കം ആലോചനയിലുണ്ട്. നിർണായക തീരുമാനം നാളെയോ മറ്റന്നാളോ ചേരുന്ന ICC ബോർഡ് യോഗത്തിൽ എടുക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ മത്സരം ബഹിഷ്കരിക്കാനുള്ള പാക് തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ വ്യക്തമാക്കി. ഫെബ്രുവരി 15-നാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് എ മത്സരത്തിൽ ശ്രീലങ്കയിലെ കൊളംബോയിൽ വെച്ചാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടേണ്ടിയിരുന്നത്. ടൂർണമെന്റിൽ കളിക്കുന്നതിനായി പാക് സർക്കാരിന്റെ അനുമതിക്കായി ടീം കാത്തിരിക്കുകയായിരുന്നു. ലോകകപ്പിൽ പങ്കെടുക്കാൻ അനുമതി നൽകാൻ പാക് സർക്കാർ തീരുമാനിച്ചു. എന്നാൽ ഇന്ത്യക്കെതിരെ മത്സരത്തിന് പാകിസ്ഥാൻ ഇല്ലെന്ന് പാക് ഭരണകൂടം എക്സ് പോസ്റ്റിലൂടെയാണ് വ്യക്തമാക്കിയത്. ഫെബ്രുവരി 15-ന് കൊളംബോയിൽ നടക്കേണ്ട മത്സരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതിലൂടെ ICC-ക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് PCB-യുടെ നീക്കം. ടൂർണമെന്റിൽ നിന്നും പൂർണ്ണമായി പിന്മാറിയാൽ ICC-യിൽ നിന്നും കടുത്ത അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വരുമെന്ന ഭയത്താലാണ് ഇന്ത്യക്കെതിരെ മത്സരം മാത്രം ഒഴിവാക്കുന്നത്. ബംഗ്ലാദേശിനെ ടൂർണമെന്റിൽ നിന്നും പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ ടൂർണമെന്റ് ബഹിഷ്കരിക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. അതേസമയം ഫെബ്രുവരി 15-ന് കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യക്കെതിരായ T20 ലോകകപ്പ് 2026 ഗ്രൂപ്പ് എ മത്സരം ബഹിഷ്കരിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പ്രതിധ്വനിപ്പിച്ചിട്ടും ടീം ഇന്ത്യ ICC പ്രോട്ടോകോൾ പാലിച്ച് ശ്രീലങ്കയിലേക്ക് പോകുമെന്നും മാച്ച് റഫറി ഔദ്യോഗികമായി മത്സരം അവസാനിപ്പിക്കുന്നതുവരെ കാത്തിരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. PCB-യുടെ പ്രഖ്യാപനം പരിഗണിക്കാതെ തന്നെ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ടീം ഷെഡ്യൂൾ ചെയ്ത മത്സരത്തിനായി കൊളംബോയിലേക്ക് പോകുമെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. ഷെഡ്യൂൾ അനുസരിച്ച് പരിശീലനം നടത്തുക, R. പ്രേമദാസ സ്റ്റേഡിയത്തിൽ മത്സരത്തിന് മുൻപുള്ള പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നിവയുൾപ്പെടെ ICC നിർദ്ദേശിച്ച എല്ലാ നടപടിക്രമങ്ങളും ടീം പാലിക്കും. ടീം ഇന്ത്യ ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യുകയും ICC പ്രോട്ടോകോൾ പാലിക്കുകയും ചെയ്യും. അവർ ഷെഡ്യൂൾ ചെയ്തതുപോലെ പരിശീലനം നടത്തുകയും പത്രസമ്മേളനം നടത്തുകയും കൃത്യസമയത്ത് സ്റ്റേഡിയത്തിലെത്തുകയും മാച്ച് റഫറി മത്സരം അവസാനിപ്പിക്കുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്യുമെന്നും വൃത്തങ്ങൾ പറഞ്ഞു. ICC നിബന്ധനകൾ പ്രകാരം ഒരു ടീം നാണയം ടോസ് ചെയ്യാൻ ഗ്രൗണ്ടിലെത്തിയില്ലെങ്കിൽ മാത്രമേ വാക്ക് ഓവർ അനുവദിക്കൂ. അതിനാൽ സൂര്യകുമാർ ടോസിനായി പുറത്തു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ ഹാജരായില്ലെങ്കിൽ മാച്ച് റഫറി ഇന്ത്യക്ക് ഒരു വാക്ക് ഓവറും 2 പോയിന്റുകളും നൽകും. T20 ലോകകപ്പിന്റെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അനുമതി ലഭിച്ച പാകിസ്ഥാൻ കളിക്കാർ സർക്കാർ പുറത്തിറക്കിയ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഇന്ത്യ മാച്ച് ബഹിഷ്കരണത്തെ കുറിച്ച് അറിഞ്ഞത്. 2026-ലെ ICC വേൾഡ് T20-യിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും 2026 ഫെബ്രുവരി 15-ന് ഇന്ത്യക്കെതിരെ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ ടീം കളത്തിലിറങ്ങില്ല എന്നും എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ പറയുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് മത്സരങ്ങൾ മാറ്റാനുള്ള ICC-യുടെ അഭ്യർത്ഥന ICC നിരസിച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശിനെ ടൂർണമെന്റിൽ നിന്നും പുറത്താക്കിയതുമായുള്ള ഒരു രാഷ്ട്രീയ പ്രതിഷേധമായാണ് സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെ അറിയിച്ച ഈ തീരുമാനം വിലയിരുത്തപ്പെടുന്നത്. ഈ നീക്കം ICC-ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും ബഹിഷ്കരണം ശിക്ഷാ നടപടികൾക്ക് കാരണമായേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ആഗോള ക്രിക്കറ്റ് ആവാസ വ്യവസ്ഥയെ തന്നെ ഈ തീരുമാനം ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ സ്വന്തം രാജ്യത്ത് ക്രിക്കറ്റിനുണ്ടാകുന്ന സുപ്രധാനവും ദീർഘകാലവുമായ പ്രത്യാഘാതങ്ങൾ PCB പരിഗണിക്കുമെന്ന് ICC പ്രതീക്ഷിക്കുന്നു. ആഗോള സംഘടന വ്യക്തമാക്കി. ദേശീയ നയങ്ങളുടെ കാര്യങ്ങളിൽ സർക്കാരുകളുടെ പങ്കിനെ ICC ബഹുമാനിക്കുന്നുണ്ടെങ്കിലും ഈ തീരുമാനം ആഗോള ക്രിക്കറ്റിന്റെയോ പാകിസ്ഥാനിലെ ദശലക്ഷക്കണക്കിന് ആരാധകർ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ആരാധകരുടെയോ താൽപര്യത്തിന് നിരക്കുന്നതല്ല അതെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.